എണ്ണ ഉണ്ടോടാ? നാണം കെടുത്തോ? ഇല്ല. എണ്ണ ഇല്ല. അല്ല, നാണം കെടില്ല. ഇങ്ങനെ ഇടന്ന് ഓടാതെ. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നോ? അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേർ കൊത്തിക്കൊണ്ടു പോവും. ആര്? നീ ദേവലോന്ന് കേട്ടിട്ടുണ്ടാ? അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉഗ്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ, നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി? നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8. 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് ഒരു സെക്കൻഡ്, കരിഷ്മ മേനോൻ. Hero number 1. Yes. Come. ഇതെന്താ ശിവേട്ടാ? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ. തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കള്ളൻ. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശല്യം. വരും. മൈൻഡ് ചെയ്യണ്ട. പ്ലേ ഓൺ ഈസ് കോംപ്ലക്സ്. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് വിരട്ടിയാ മതി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only transformation phase. Yeah. My name is Anthony Gonsalves. मैं इस दुनिया में अकेला हूँ. दिल भी है खाली, घर भी है खाली, इसमें रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. ग्रुप में है प्रेम गली गोली नंबर 420. ആരടപ്പൻ ആന്റണി ഗോൺസാൽവസ്? ഓ, ഇയാളുടെ. Hey man, what are you doing? പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? Hey, who are you man? എടാ തങ്കപ്പ തള്ള നീയാ. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടിടരുന്നപ്പോഴെ കുട്ടപ്പത്തല്ലേ? അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഇതാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ഛർദിക്കാറാ എല്ലടേ? ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? പോയി അമ്മമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണോ? ആരാ? അമ്മേ ചൊറിയണോന്ന്. ആ, റോസാപ്പൂവല്ല, മൊസാൻഡയുമല്ല. ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖ്വയ്ദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. Read that, idiot. ലോക്കൽസിനോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. ഭഗവതി നാട്ടിക്കല്ലേ.
പാഠം തല്ലി പഠിച്ചും ചൊല്ലി പഠിച്ചും ഞാൻ ഒരാളാകും. എന്ത് നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കണ എസ് ഐ. നീ ഒരിക്കലും ഒരു അലവലാതിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്. ചെമ്പരണ്ട് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് ദാ വിലം കണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ആരാ? ദാവൂദ് ഇബ്രാഹിമ. വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റെ ഇടയിലോ നീ പറയണ. നീ നമ്മുടെ പുതിയ എസ്ഐയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ. കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്ന ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും. കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഊരില്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ല. പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കരനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമ പോസ്റ്റർ ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ? കാളഭാസ്കരനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്ന ഒരുത്തനവൻ. പേടിക്കണ്ട. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട. സാർ കേരളികൾ ഇനി നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേറ കള്ളക്കഴു. ദൈവത്തെ ഓർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണം. എന്നാലേ എസ്ഐയുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് കേറാ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണിയുണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. ഈശ്വര. ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ. കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരം നിലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയോട് പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എന്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എന്റെ മനസ്സ് വലുതാണ്. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുടർന്ന് പഠിക്കൂ. കുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയാക്കാൻ? ആരെ കളിയാക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയാക്കാവിളെന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ, അതെ. പോടെ പോടെ. ഇനി മേല എന്നെ അവിടെ കണ്ടെന്ന് വരൂല. നിന്ന് കറങ്ങാതെ വീട്ടിൽ പൊടി. അസലും മെഴുക്കുരട്ടി, ചമ്മന്തി ഗംഭീരം, ഇടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളത് കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കിട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എന്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് ഇവന്റെ അടുത്താ. ഉള്ള ചുവര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങീന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാൻ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയതേ നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും. അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എടാ, എനിക്ക്
ഇതിനകത്തുനിന്നാ അതിന് ഞാനെന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്ഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. 2.25 ലക്ഷം ഇവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ് ജാങ്കോ. പറഞ്ഞത് കേട്ടാ ഓ, എന്തിനാണ് അവനിട്ട് ഇങ്ങനെ അടിക്കണത്? ഇപ്പൊ തന്നെ അവനൊരു 4 ആളുടെ പണി എടുക്കലില്ല. അതിന് 8 പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹി വരടെ. സാറിനൊരു സർബത്തുണ്ടോടെ? വരത്തന്മാര് കൊത്തി കൊത്തി മുറത്തി കയറി അല്ലേടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്, അല്ലാതെ ഈ തവളയുടെതല്ല. വരുത്തന്മാര് പോലും വരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അണ്ണാ ഒരു സ്ട്രോങ് ടീ. കൊടുമ്പാറേ, നീ എന്താ വായുകുളിക്കട ബിസിനസിന് പോയണ? ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയ ആളാ. എങ്ങനെ കുഴപ്പത്തിലാക്കുക? അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ ഇത്തവണെങ്കിലും നിന്റെ ഈ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കും കാണാൻ ഒരു ചായ. എന്തോടാ ഒരു ഉപ്പ് രസം? അവന്റെ കണ്ണീരിന്റെ ഇരിക്കും. നീ പോടാ. 2 കൂട്ടം കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്നാ ഒരു സ്ട്രോങ് കൂടി കൊടുക്കണം. എന്തോ നന്നാ, എത്ര നേരം. ജാങ്കോ, നീ ഒറ്റ ഒരുത്തിനെ എങ്ങനെ വഷളാക്കണം? നീ പോടെ. വിട്ടുകളടാ, അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവാൻ പഠിക്കല്ലേ. നീ +1 അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് വേണം ഈ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടു നിർത്തിയാൽ മതി. അല്ല, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? അണ്ണാ പ്ലാനിങ് പശോട്ടുള്ളതാ. കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മുതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. സർബത്ത് മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ ആരെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല, അതും സർബത്തിലൊഴിച്ച്. അണ്ണനങ്ങനെ കണ്ട് ഇന്റെ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ. ഗതികേട് കൊണ്ടല്ലേ അവന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രമൊഴിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണാ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റ് നാട്ടുകാരടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട, പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ CID മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ടീച്ചറിന്റെ അടുത്താ? അല്ല, കരി. ഇങ്ങനെന്തിന് പല്ലിയേക്കാൻ പോണ? ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല, പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, അയ്യോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. അപ്പൊ സാധാരണ പോലെ ഇപ്പൊ തന്നെ SMS അയക്കാൻ ഡാൻസിന് അയച്ചുവിട്ടേക്ക്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ്. മഴ വരുന്നു തോന്നുന്നുണ്ട്, തുണി വല്ലതുകൊണ്ട് പുറത്തു നിർത്തും. ശരി, കമന്റ്സ് മെയിൽ ചെയ്യും. മുട്ടിഞ്ഞ കനം. അല്ല, യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കണ. നീ അപ്പിടാനിരിക്കണോ? അപ്പേ വാ, എന്താ കോവിലിൽ പോവാൻ പോണ? വേഗം കേറ് അണ്ണാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഒരിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ?
ഇപ്പൊ നീ പുട്ടി. ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അങ്ങനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെയല്ലേ തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ, കപിൽദേവ് എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡിൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 31,4547. മര്യാദയ്ക്ക് പറയടാ. 310447. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ് സാർ. എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? എന്നാ പിടിച്ചോ. സാറേ, ഫോറടിച്ചാ മതി, ഫോറടിച്ചാ മതി. ഔട്ട്, ഔട്ട്, ക്ലീൻ ഔട്ട്. സാറേ, ഒരു മിനിറ്റ് സാറേ. എന്താടാ? ഇതിന് ഉറക്കൂലേ? ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ? അയ്യോ, പാമ്പുണ്ടോ? ഓസാണോ? ഇംഗ്ലീഷാ? ഇതെന്നായ മതിയായിരുന്നു. ഹലോ, വാവ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കേ? ഓണക്കാലത്ത് ഉത്സവം നടക്കണ ഈ കരയിലെ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്.
ഓണ സീസണും ഉത്സവ സീസണോടെ ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. ഇയാൾക്കൊരു സർബത്ത് കളിക്കി കൊടുക്കും. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ. ആ സമയത്ത് തവള തെരുവിൽ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റ്, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? ഏയ്, അന്യമതക്കാരെ മാറ്റി നിർത്തണ പതിവ് ഇവിടില്ല. പോരെങ്കിലും അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ. കാശുള്ളവർക്ക് മാത്രം സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്താ കസനില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി എളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസിയാണെങ്കിൽ നീ പറ, ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ടാ? ആര് ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ഈ ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തി ദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്. ഏതൊരു പോടാ അളവേ. അബു പറയൂ. ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് എന്നെ വാങ്ങണം. തെങ്ങ വെച്ച് കെട്ടാനുള്ള കോളാമ്പിയും ബോക്സും എന്റെ വക ഫ്രീ. എന്തോ ഇന്ന് മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ വക സർബത്ത്. നീ സർവത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 4 പേരെ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടാ. ഈ വിഷയം വെച്ച് നീ അങ്ങനെ ഇത്രയും പേർക്ക് സർവത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. സാർ, മേഡം കാണണമെന്ന് പറഞ്ഞു. അത്യാവശ്യമാണ്. കൂട്ടിക്കൊണ്ടില്ലാൻ പറഞ്ഞു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതാര്? എന്റെ ശോഭനമായ ഭാവി. ഉത്സവം അടുത്തോലൊക്കെ കാണുമല്ലോ. ഉമ്മാരെന്തൊരു തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണോ? എന്ത്? അല്ല, ഒന്നിനും വേലയും കൂലിയൊന്നും ഇല്ലല്ലേ. ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ. അങ്ങനെയൊന്നും പറയാതോ, അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ. വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തില്. നാളെ തരാ, നാളെ തരാ, നാളെ തരാ, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാ ഒലത്തി. നാളെ നമതേ. എന്താണത്? ഇത് നിങ്ങൾ റെസ്റ്റ് കാമാരിക്കട്ടെ. ഓടണൊക്കെ പോലീസേ. വേണ്ട വേണ്ട. ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. നീ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ, കുടുംബാറ നീ അറിഞ്ഞില്ലേ? കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോന്ന്, ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. തെളിഞ്ഞു തെളിഞ്ഞു. ഇപ്പൊ തന്നെ തലവര തെളിഞ്ഞു. കമലിന്റെ പടത്തിൽ നായകനായി അഭിനയിച്ച നീ രക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ നായികയെ കെട്ടിക്കൊണ്ട് പോടേ. ആ, ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യർ. ഐ വോൺ യു, ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല. ഇനി സമയമുണ്ട്. ഹലോ ഹലോ. അയ്യോ രാഖി. അതെ, ഒരാള് മാത്രം കെട്ടിയാ മതി കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ. അടിയോ, ഒന്ന് പോടെ. അവിടെ ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ, ഒരു സേഫ്റ്റിക്കാണ്. പോടാ പറ്റും. എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളൂ. ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ്.
Oh no. ഈ വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ്. ശിവേട്ടനുണ്ടാവണം. എന്റെ രാഖി ബ്രദറായിട്ട്. അല്ല, സ്വന്തം ബ്രദറായിട്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. വരില്ലേ? Congrats. Come on, Shweta. നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. I hate you. Don't overdo it, Shweta. Bye. And thank you. എന്തിനാ ഓടിക്കണേ? ആ നായിന്റെ മോനെ എനിക്ക് സർബത്ത് ഉണ്ടാക്കി തന്ന മെഷീൻ ഞാൻ കണ്ടുപിടിച്ചു. എടാ നായിന്റെ മോനെ മാലതി തങ്കിയ വിടറേ. ശിവൻചേട്ടൻ എന്താ ഇവിടെ? അല്ല, മാമൻ അച്ഛനകത്തുണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ ഇതുവഴി പോയതാ. അപ്പൊ വാഴ ചരിഞ്ഞു നിൽക്കണു. വാഴ ചരിഞ്ഞോ? ആന ചരിഞ്ഞോന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരറിയിപ്പുണ്ട്. എന്നെ പെണ്ണാണെന്ന് അകത്തൊരാള് വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടായി. കൂടുതൽ ഇഷ്ടായത് ഈ മത്തങ്ങ പോലത്തെ മോന്തയും രണ്ടുണ്ടക്കണ്ണുവാ. കൊടിമരം പോലത്തെ പെണ്ണായതുകൊണ്ട് ഭയങ്കര ഇഷ്ടായി. എന്നാ പിന്നെ ഞാൻ അങ്ങട് വൃത്തിയോട്ടവനെ നിന്നെ സൗദിയിൽ നിന്ന് ചവിട്ടൂടാ. മോളെ ചായം പലഹാരം റെഡിയായി കൊണ്ടുവാ. നിനക്കൊരു വിഷമമില്ലേടി? പാവം ഭാർഗവിയക്കൻ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ല അമ്മേ. വാ അങ്ങോട്ട് വെച്ചത് കഴിക്ക്. ഇതാണ് മോള്. എന്താ പേര്? എന്റെ പേര് തങ്കി. സ്കൂളിലെ പേര് പാർവതി. എനിക്കൊരാളെ ഇഷ്ടാ, ഭയങ്കര ഇഷ്ടം. പേര് ബി ശിവൻകുട്ടി. എന്റെ മാമിയുടെ മോനാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഏൽപ്പിച്ചതെല്ലാം ചെയ്യും. ഒരു കൊലപാതകയ്ക്കെതിരെ 2 വർഷം മുമ്പ് കോടതിയിൽ തെളിവ് കൊടുത്തു. അയാള് തിരിച്ചു വന്നാ കൊല്ലൂന്നാ പറയണേ. ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും. എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ. കെട്ടുന്നെങ്കി അയാളെ കെട്ടു. അങ്ങനെ പാർവതിക്ക് തന്നെ ശിവനെ കിട്ടിയല്ലേ? അതെ, ഞാനങ്ങ് മറന്ന്. നിന്റെ ആയുസിന് ദോഷമൊന്നും വരാതിരുന്നാൽ കുമാരകോവിലിൽ കൊണ്ടുപോയി നാക്കില് ശൂലം കുത്തിക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. സത്യം മോനെ, ഇവിടുത്തെ ഭഗവതിക്ക് നിന്നെ കൊണ്ട് 101 ശയനപ്രസം ചെയ്യിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. ശാർക്കല ഭരണിക്ക് ഇവന്റെ ഒരു കെരടുന്നൊക്കെ ഞാനും നേർന്നിട്ടുണ്ട്. ഇതിലും ഭേദം കാളഭാസ്കരൻ എന്നെ കൊല്ലുമായിരുന്നു. പഴനി കൊണ്ടേ മൊട്ടയടിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. നല്ല കെട്ടഴിച്ചിട്ട് മതി.
I want to queue in Beverage Corporation of India. ആരാണ് ഈ കോമാളി? മോൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജന്തുവാണ് മോന്റെ അച്ഛൻ. തള്ളേ ഇതാരാ ഈ പുതിയ കൂതറ? കൂതറിന്റെ അച്ഛൻ who is your father, that is mother's daughter. അമ്മേ, അമ്മായി, എമ്മാവ, അനുഗ്രഹിക്കൂ. ഡാർലിംഗ്, ശൈലജ, ഞാൻ വന്നു മോളെ. എന്താണ് ഈ തലയെ കെട്ടൊക്കെ? നീ ബാലചന്ദ്രമേനോ നീ പഠിക്കണോ? അല്ലയാ, ഒരു 650 എടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്ക്. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കുറെ നാളെ മദ്രാസിലായിരുന്നില്ലേ പാട്ടെന്ന് പറഞ്ഞ്. കയ്യിലൊന്നും ഇല്ലേ? മദ്രാസ് അത്രയും മദ്രാസിന്റെ കാര്യം എന്നോട് മിണ്ടിപ്പോകരുത്. മദ്രാസിലുള്ളവരൊന്നും ശരിയല്ലല്ലയാ. അവര് പറയാ സ്വന്തമായിട്ട് 10 പൈസ കിട്ടണമെങ്കിലേ മേലാണെങ്കിൽ പണി എടുക്കണമെന്ന്. എന്റെ പട്ടി പണിയെടുക്കും. ഇനി ഞാൻ മദ്രാസിലേക്കില്ല. ഇത്രയും കാലം നീ ശൈലജയും മോനെയും നോക്കിയില്ലേ? കഷ്ടപ്പെട്ടില്ലേ? ഇനി എന്നെ അങ്ങോട്ട് നോക്കിക്കോ. ശൈലജ, നിനക്ക് സന്തോഷായില്ലേ? അവക്കായെന്ന് ചെക്കരക്കുട്ട അച്ഛനെ മിസ്റ്റർ ശിവൻ ഇപ്പോൾ എന്ത് പണിയെടുക്കുന്നു? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്കാം. മിടുക്കൻ, എനിക്ക് സന്തോഷമായി. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് വെറുതെ നടക്കാം. സജനെ പടം മാറി, നിങ്ങളെ വിളിക്കണേ. ജാങ്കോ, അളിയോ, ഞാൻ പറഞ്ഞേ.